ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു ഉത്സവമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 15-ാം വാക്യം, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. ഇടയന്മാർക്ക് ക്രിസ്മസിൻ്റെ സന്തോഷം ആദ്യം ലഭിച്ചവരാണ് ഇടയന്മാർ. അന്നത്തെ സാമൂഹിക പശ്ചാത്തലവും സാഹചര്യങ്ങളും ഒന്നും ഞാൻ വിവരിക്കേണ്ടതില്ലല്ലോ. അവിടെ ഏറ്റവും പിന്നാമ്പുറങ്ങളിൽ പൊതു ഇടങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ട നിലയിൽ കഴിഞ്ഞിരുന്നതാണ് ഇടയന്മാരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഇടയന്മാർക്ക് ഈ ലോകത്തിൻ്റെ രക്ഷകനായും വീണ്ടെടുപ്പുകാരനുമായി ഒരുവൻ വരുന്നു എന്നുള്ളതിൻ്റെ ആദ്യ വാർത്ത ശ്രവിക്കുവാൻ ദൈവം അവസരം നൽകിയത് ഈ ഇടയന്മാർക്കാണ്. അതാണ് ക്രിസ്മസിൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. കാരണം ആ ഒരു വാർത്ത മറ്റുള്ളവരിലേക്ക് അറിയപ്പെടുക എന്നുള്ളതല്ല, അതിന് നേരിട്ട് കേൾക്കുവാനും ആ സന്തോഷത്തിൽ പങ്കുചേരുവാനും ക്ഷണം ലഭിച്ചു എന്നുള്ളതാണ് ഇടയന്മാരിലൂടെ ലോകത്തിന് യേശുക്രിസ്തുവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ അനുഭവം, ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നത്. ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഈ വാർത്ത ലഭിക്കുമ്പോൾ പോലും അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം അനുസരിച്ച് ആടുകളുമായി അവരുടെ മേച്ചിൽപ്പുറങ്ങളിൽ വസിച്ചിരുന്ന ഇടയന്മാർക്ക് യാതൊരു രീതിയിലും ഈ സന്ദേശം എത്തുവാൻ കഴിയാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് കർത്താവിൻ്റെ ദൂതന്മാർ നേരിട്ട് ഈ ഇടയന്മാർക്ക് സന്ദേശം നൽകി എന്നുള്ളതാണ് ഈ ക്രിസ്മസിനെ ഏറ്റവും സന്തോഷകരമാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമുക്ക് ഒരു സന്ദേശം എത്തിക്കുവാൻ വലിയ തടസ്സങ്ങളൊന്നുമില്ല. ഏത് ഗ്രാമങ്ങളിലുള്ളവർക്കും പട്ടണങ്ങളിലുള്ളവർക്കും ഒരേ രീതിയിൽ തന്നെ സന്ദേശം എത്തും. എന്നാൽ അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇടയന്മാർക്ക് തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് ഈ സന്ദേശം എത്തിച്ചു എന്നുള്ളതാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് ആരെ തേടിയാണ്, എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയ സന്തോഷത്തിൻ്റെ ഇടം. അവിടെ നമ്മൾ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ദൂതന്മാർ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കുന്നു. അത് ക്രിസ്മസ് എന്ന് പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷത്തിൻ്റെ അനുഭവമാണ്, പ്രത്യാശയുടെ അനുഭവമാണ്, പ്രതീക്ഷയുടെ അനുഭവമാണ്. ഇവിടെ ദൂതന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ അഭിമുഖീകരിക്കാത്ത ഒരു മിന്നലിൻ്റെ, ഒരു പുതിയ വെളിച്ചത്തിൻ്റെ അനുഭവം അവരെ ചുറ്റിമിന്നുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഭയത്തിൻ്റെ അനുഭവം അവർക്ക് നൽകപ്പെടുമ്പോൾ ആ ഭയത്തെയാണ് ദൂതന്മാരെന്ത് ചെയ്യുന്നത്, അതിനെ പ്രതിരോധിക്കുന്നത്. ആദ്യം അവരോട് പറയുന്നതാണ് ഭയപ്പെടേണ്ട എന്ന വാക്കാണ് അവർക്ക് നൽകുന്നത്. ആ ഭയത്തിൽ നിന്ന് അവരെ ഒരു പുതിയ അനുഭവത്തിലേക്ക് അവരെ നയിക്കപ്പെടുമ്പോൾ അവരുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരൊരു കാര്യം തീരുമാനിച്ചു. തമ്മിൽ പറഞ്ഞത് എന്താണ്, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് അവിടെ ഇടയന്മാർ തമ്മിൽ പറഞ്ഞു എന്ന് കാണുന്നു. കാരണം അവർക്ക് പ്രചോദനകരമായി മാറിയത് ഈ കർത്താവിൻ്റെ സന്ദേശം തങ്ങളോട് ദൂതന്മാർ അറിയിക്കുമ്പോൾ അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങളെയൊക്കെ മറന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ അവരോട് ഒന്ന് പുറപ്പെട്ടു പോയി എന്നുള്ളതാണ് അവിടെ ക്രിസ്മസിലൂടെ നൽകുന്ന വലിയൊരു സന്ദേശം. നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കർത്താവ് നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട്, നിങ്ങൾ ലോകത്തിലൊക്കെയും പുറപ്പെട്ടു പോയി സർവ്വ ജനത്തോടും ഈ സുവിശേഷം അറിയിക്കണമെന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് സുവിശേഷത്തിൻ്റെ മാനങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ ദൈവവചനത്തിലൂടെ സുവിശേഷം അറിയിക്കാം, കർത്താവിൻ്റെ വാക്കുകളിലൂടെ സുവിശേഷം അറിയിക്കാം, അതുമല്ല സ്നേഹ സാന്നിധ്യത്തിലൂടെ നമുക്ക് സുവിശേഷം അറിയിക്കാം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഇന്ന് ഈ ചാപ്പലിൻ്റെ അൾത്താരയിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് വേദനയുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും ഇരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് വാക്കുകൾക്കും നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങൾക്കും അപ്പുറമായി ഈ ലോകത്തിന് നൽകുന്ന വലിയ ഒരു സന്ദേശമാണ്. കാരണം എല്ലാവർക്കും മാതൃകയുള്ള വഴികാട്ടിയായ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സഭയ്ക്കും ക്രിസ്തീയ സമൂഹത്തിനുമൊക്കെ ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞു. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ പിന്നാലെയുള്ളവർ എന്തു ചെയ്യും, വീണ്ടും വരും. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ക്രൈസ്തവ സമൂഹത്തിനാണ് അത് മുന്നിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതത്തിൽ അത് പലപ്പോഴും ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പാടോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, അവരിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയും ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് മാർത്തോമാ സഭയൊക്കെ അതിൽ ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്നപ്പോൾ അവർക്ക് പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിലൊക്കെ അവർക്ക് ലഭിച്ച ഒരു പിന്തുണ എന്ന് പറയുന്നതാണ് വളരെ വലുത്. അവർക്ക് ജോലി കൊടുക്കുവാൻ സമൂഹങ്ങളുണ്ടായി, അവരെ മനസ്സിലാക്കുവാൻ സമൂഹം ഉണ്ടായി. അതൊക്കെ
ഈ ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. കാരണം ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് നിർത്തുന്നതിലൂടെയാണ് ക്രിസ്മസിൻ്റെ ദൈവജനത്തിന് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് നൽകപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് രാവിലെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയും ഇന്ന് നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് അതൊരു ബിസിനസ്സും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ മാറ്റപ്പെടുന്ന ഒരനുഭവമാണ്. അതിൻ്റെ മധ്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നൽകപ്പെടുവാൻ നമ്മൾ കൂടി വരുന്ന ഇടങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം. ഒരിക്കലും ഞാൻ ഒരു യുവജന പ്രവർത്തകനായിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്ന യുവജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ചു, നമുക്ക് ഈ വർഷം നമ്മുടെ ഇടവകയിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ സ്നേഹപ്പൊതിയുമായി അവിടെ പോകും, നമ്മുടെ ഇടങ്ങളിലേക്കൊക്കെ പോകും. പക്ഷേ ഈ വർഷം അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ചുറ്റുപാടിലുള്ള ആരെങ്കിലും വേദനയിലോ ഭാരത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് നമ്മൾ ഈ സമ്മാനപ്പൊതിയുമായി പോകുന്നതാണ് ഏറെ നല്ലത് എന്ന് ഏറ്റവും 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞാണ് അതിന് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ആദ്യം ചെല്ലു പറഞ്ഞ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്ക് നേരത്തെ നൽകിയ വൈദികൻ പറഞ്ഞു, തീർച്ചയായിട്ടും അതാണ് ക്രിസ്മസ് നമുക്ക് സന്തോഷം നൽകുന്നത്. ഞങ്ങളും വൈദികനുമായി അങ്ങനെ ചില ഭവനങ്ങൾ സന്ദർശിച്ച് ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു വാർദ്ധക്യത്തിലെത്ത അമ്മ മാത്രം കഴിയുന്ന ഒരു ഭവനത്തിൽ ഞങ്ങൾ ഈ അമ്മയുടെ കണ്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവസാനം പറഞ്ഞു, അമ്മ ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ ഇടവകയിലെ ക്രിസ്മസ് സന്തോഷത്തിൽ അമ്മയ്ക്കൊരു സമ്മാനം നൽകുവാനാണ് എന്ന് പറഞ്ഞു. ആ സമ്മാനമൊക്കെ സന്തോഷത്തോടെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് അമ്മ പറഞ്ഞു, നിങ്ങളെങ്കിലും എന്നെ ഓർത്തല്ലോ. കാരണം ഈ ചുറ്റുപാടിൽ നിന്ന് പലരും എന്നെ കാണാതെ മറഞ്ഞു കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്നെ ഓർത്തല്ലോ എന്ന് ഞങ്ങൾ യുവാക്കളും കുഞ്ഞുങ്ങളുമായിരുന്ന ഞങ്ങളുടെ നോക്കി അവർ പറയുമ്പോൾ ക്രിസ്തേതരയായ ആ അമ്മയുടെ വാക്കുകൾ, അവർ പറഞ്ഞു, ക്രിസ്മസ് ഇതാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് ആ അമ്മ തിരിച്ച് ഞങ്ങളോട് മറുപടി പറഞ്ഞു. അതാണ് ക്രിസ്മസിൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടി വന്ന് നമ്മൾ കർത്താവിൻ്റെ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുചേർന്ന് ഒരുമിച്ച് ചേർന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ, പുറപ്പെട്ടു പോകുമ്പോൾ അതിലുപരിയായി ഇന്ന് ഈ സമൂഹത്തിന് നമ്മൾ നൽകപ്പെടേണ്ട ഒരു കാഴ്ചപ്പാടതാണ്. സഭയ്ക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും സഭയെ വിമർശിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും ഒക്കെ കാണാം. അത് പക്ഷേ നമ്മൾ ഓർക്കുമ്പോൾ സഭ ദൈവത്തിൻ്റേതാണ്. ദൈവം എന്ത് ചെയ്യും? അതിനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. അതിൽ അഴുക്കുകളും എല്ലാം കാലാകാലങ്ങളിൽ ദൈവം എന്ത് ചെയ്യും? ഓരോ ഘട്ടങ്ങളിലും വിളിക്കും. സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും അറിയാം, സഭയെ ദൈവം പരിവർത്തിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു 50 വർഷം മുമ്പ് നമ്മൾ ചിന്തിച്ച രീതിയിലല്ല ഇന്നത്തെ നമ്മുടെ ആരാധനയും നമ്മുടെ വിശ്വാസത്തിൻ്റെ മാനങ്ങളും എന്ന് പറയുന്നത് അല്ല. 50 വർഷങ്ങൾക്ക് ശേഷം അതിൽ വ്യത്യസ്തതകളുണ്ട്. എന്തു പറഞ്ഞാൽ നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിയുവാനും ദൈവസ്നേഹത്തെ അതിനനുസരിച്ച് രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ അശ്രണ്ടനും ബലഹീനരുമായിരിക്കുന്നവരെ ചേർത്ത് നിർത്തുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് ആരെ തേടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നതിൻ്റെ വലിയൊരു സന്ദേശം നമ്മുടെ ചുറ്റുപാടുകൾക്ക് പകർന്നു നൽകുവാൻ ദൈവം നമുക്ക് തീർച്ചയായിട്ടും അവസരങ്ങൾ നൽകും. അവസരങ്ങളെ കാണുവാനും തിരിച്ചറിയുവാനും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവവചനത്തെ കാലാനുസൃതമായി മറ്റ് ഇടങ്ങളിലേക്ക് നമ്മൾ നൽകപ്പെടുമ്പോൾ നമുക്ക് നൽകുവാൻ കഴിയുന്നത്. ഇവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം താഴത്തെ ഭാഗത്ത് വായിക്കുമ്പോൾ അവർ പറഞ്ഞു, കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. കാരണം അവരുടെ നാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദേശമാണ് അവിടെ യേശുവിൻ്റെ തിരുജനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നവർക്കും കേൾക്കുവാൻ കഴിഞ്ഞത്. കാരണം ഒരുപക്ഷെ അവിടെ എന്നവർ വിചാരിക്കാം, ആരാണ് ഇടയന്മാരെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവിടേക്ക് ബേത്ലഹേമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ വലിയ ഉത്തരവാദിത്വം. കർത്താവിനെ ഈ പ്രചോദനമുണ്ടായപ്പോൾ അവർ പറഞ്ഞു, നാം ബേത്ലഹേമോളം ചെന്ന് ഈ സന്തോഷം കാണണമെന്ന് അവർ തീരുമാനിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഈ ബേത്ലഹേമിലേക്കുള്ള യാത്രയെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവ ശിഷ്യൻ്റെ ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത്. ഈ ക്രിസ്മസ് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചുമതല ഏറ്റെടുക്കുവാനും ദൈവസ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനും ബലഹീനരെ താങ്ങുവാനും കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം പകരുവാനും അവരിൽ കർത്താവിൻ്റെ മുഖങ്ങളായി പ്രശോഭിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ സന്തോഷത്തിൽ എനിക്ക് പങ്കുചേരുവാൻ അവസരം നൽകിയതിലും ഇന്ന് ഇവിടെ നൽകിയ ആദരവിനും അഭിവന്യ തിരുമേനിയോടും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും.